ഹായ് മുത്തുമണികൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ല? എല്ലാവരും സുഖമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നല്ല തട്ടുദോശ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തട്ടുദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടുപോയിക്കോളെ. നല്ല അരി ഉഴുന്നൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല അരച്ചെടുത്തിട്ടുണ്ടല്ലോ. അടിപൊളിയായിട്ട് തട്ടുദോശ. തട്ടുകടയിലൊക്കെ പോയി കിട്ടി കഴിഞ്ഞാൽ തട്ടുദോശ കിട്ടലില്ലേ? അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നില്ല എന്ന് കണ്ടു നോക്കിക്കോളി. ഇപ്പോൾ നല്ല തട്ടുദോശ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അരി ഉഴുന്നും കറക്റ്റായിരിക്കണം. നമ്മളിവിടെ ഉപയോഗിക്കുന്ന 1 കിലോ അരിക്ക് 250 ഗ്രാം ഉഴുന്നാണ് കേട്ടോ. നിങ്ങളൊക്കെ എത്ര ഉപയോഗിക്കലെന്ന് അറിയില്ല. ചിലർ പറയണേക്ക ദോശ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവുന്നില്ല എന്നറിയണേക്ക. അത് ഉഴുന്നും അരിയും കറക്റ്റായിരുന്നെങ്കിലുള്ളൂ മാവ് ശരിക്കും പുളിച്ച് പൊങ്ങി വരുള്ളൂ. മാവ് നന്നായിട്ട് പൊങ്ങി വരുമ്പോഴാണ് ദോശയും നല്ല ടേസ്റ്റ് കിട്ടുക, നല്ല പതപതാന്നില്ല ദോശ കിട്ടുക എന്തെങ്കിലും ഉള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് ഉഴുന്നും അരി ഇടുക. അറിയാത്തവരുണ്ടെങ്കിൽ, അറിയുന്നവർക്ക് പിന്നെ പ്രശ്നമല്ല. അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൊണ്ട്. 1 കിലോ അരിക്ക് 250 ഗ്രാം ഉഴുന്ന് ഇട്ട് നോക്കൊണ്ട്. ഇങ്ങോട്ട് നന്നായിട്ട് നല്ല നൈസായിട്ട് അരയണം കേട്ടോ. നന്നായിട്ട് അരഞ്ഞിട്ട് നന്നായിട്ട് ബന്ധാക്കി വെച്ചിട്ട് നിങ്ങൾ രാവിലെ ഒരു 5-6 മണിക്കൂർ അടച്ചു വെച്ചിട്ടൊന്ന് തുറന്നു നോക്കൊണ്ട്. നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ടാവും. ആ മാവും കൊണ്ട് ദോശ ഇട്ട് കഴിഞ്ഞാൽ ആ ദോശക്ക് നല്ല സോഫ്റ്റും ഉണ്ടാവും. അത് നല്ല ചട്ടിനിൻ്റെയും സാമ്പാറിൻ്റെയും കൂടെ കൂട്ടി ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ഏത് കുട്ടികളും ഏത് വലിയവരും കഴിക്കാത്തവരും കഴിച്ചു പോകും മാവ് നന്നായി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ചിലവർ ദോശ ഇട്ട് കഴിഞ്ഞാൽ കല്ലുമാതിരി ഇരിക്കും. അത് ആർക്കും ഇഷ്ടപ്പെടില്ല, കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. നായിന് എറിഞ്ഞാൽ നായി വരെ ചിലപ്പോൾ ബോധം കെട്ടു പോകും. അങ്ങനത്തെ ദോശയാവും. ദോശയും ഇഡ്ഡലിയൊക്കെ, ദോശക്കും ഇഡ്ഡലിയൊക്കെ മാവ് നല്ല പുളിച്ച് പൊന്തി വന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഇഡ്ഡലിയും ദോശയൊക്കെ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഈ ദോശ ഇങ്ങനെ പരത്തുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നന്നായിട്ട് നല്ല സോഫ്റ്റോട് കൂടിയിട്ട് കിട്ടുന്ന ദോശയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ ഒന്ന് കാണുക. അതിൻ്റെ അപ്പുറത്ത് കണ്ടോ നല്ല ചപ്പാത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരേ സ്ഥലത്ത് തന്നെ ചപ്പാത്തി ഉണ്ട്, ദോശയും ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. കുറച്ച് ആൾക്കാർക്ക് ദോശ, കുറച്ച് ആൾക്കാർക്ക് ചപ്പാത്തി. അതായത് എല്ലാ ഐറ്റംസും ഇല്ലാണ്. നോർത്ത് ഇന്ത്യനും പാകിസ്ഥാനി, ബംഗാളികൾ, മലയാളികൾ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. സൗത്ത് ഇന്ത്യക്കാർ ദോശയും ഇഡ്ഡലിയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടൂലല്ലോ. ഇവിടെ ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇപ്പം എല്ലാവരും ദോശ കഴിക്കൽ തുടങ്ങിയിരിക്കണം. ഇപ്പോൾ ഒക്കെ നമ്മളെ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്നാമത് ഓയിൽ കുറവ്. നമ്മളെ ഫുഡിൽ എപ്പോഴും ഓയിൽ കുറവുണ്ടാവും ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ദോശയൊക്കെ എപ്പോഴും പ്ലെയിൻ ദോശയൊക്കെ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം ഇവിടെയൊക്കെ പ്ലെയിൻ ദോശ വാങ്ങി കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക കേട്ടോ. ആ ദോശ മറിച്ചിട്ടപ്പോൾ കണ്ടാണെങ്കിൽ അതിൻ്റെ കളർ നല്ലൊരു ഗോൾഡൻ കളർ ഇങ്ങനെ വന്നിക്കണം. അതാണ് ഒരൊറ്റടിക്ക് മറിച്ചിട്ടു. അതിലിടക്ക് ഇവിടെ ചപ്പാത്തി വാങ്ങിക്കൊണ്ടിരിക്കുന്നു, ചപ്പാത്തി മെഷീനും ഓടിക്കൊണ്ടിരിക്കുന്നു. പണീൻ്റെ ഒരു തിരക്കാണ് ഇപ്പോൾ. പണിയെന്ന് വെച്ചാലേ ഒരു 1.5 പണിയാണ്. അത് കാരണം ഒന്നിൻ്റെയും വീഡിയോ എടുക്കാനും അതിനൊന്നും ഇപ്പോൾ സമയം കിട്ടാറില്ല. പണിയെടുക്കാനേ സമയമില്ല, പിന്നെ എങ്ങനെ വീഡിയോ എടുക്കാൻ ടൈം ഉണ്ടാവണം? അത്രയും വർക്കാണ് ഇപ്പോൾ. ചില സമയത്ത് അങ്ങനെയാണ്, പണി കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. പണിയെടുക്കാൻ തന്നെ സമയം ഉണ്ടാവില്ല, പിന്നെ വീഡിയോ എടുക്കാൻ ടൈം ഉണ്ടാവണം. അപ്പോൾ എല്ലാ സമയത്ത് നോക്കിയിട്ട് വൈവിന് വെച്ചിട്ട് എടുത്തതാണ്. എത്രത്തോളം ശരിയായിക്കണമെന്നില്ലോ ഒന്നും അറിയില്ല. അപ്പോൾ എല്ലാവരുമൊക്കെ ഒന്ന് ഫുള്ള് കണ്ട് വാച്ച് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ല തട്ടുദോശ കിട്ടണത് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് പറഞ്ഞു തന്നില്ലേ? എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ട കേട്ടോ. ദോശ ഇട്ടിട്ട് അത് കല്ലുമാതിരി ആകുകയാണെന്ന് പറയുന്നവർക്കാണ്. ദോശക്ക് അരി ഇടുമ്പോൾ ഇതേമാതിരി ഇടുക. 1 കിലോക്ക് 250 ഗ്രാം ഇടുക. ചില ആൾക്കാർ അരി കണ്ടിട്ടിട്ട് കൈ കൊണ്ട് വാരി ഇടുന്നവരൊക്കെ ഉണ്ടാവും. അത്രയും അറിവില്ല ആൾക്കാരാണെങ്കിലും ഓക്കെ.
ഈ ദോശയൊക്കെ നല്ല പതപതാന്നിരിക്കുന്ന ദോശയാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്തോളൂ. ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരണ്ട്. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഓക്കെ. दूसरा ढक्कन लेके आना होगा. हो गया ना, 2 कप जो है, एक मैं बताया एक आना होता है.